എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പവർ പോയിന്റ് 2007 വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു 55 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും തീർച്ചയായിട്ടും കാണുക, അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ പവർ പോയിന്റിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഡാഷ് ഈസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ that allows you to create slides, handouts, notes and outline. താഴെ തന്നിരിക്കുന്നതിൽ സ്ലൈഡ്സും ഹാൻഡൗട്ട്സും നോട്ട്സും ഔട്ട്ലൈനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. ഡാഷ് ഈസ് ദ പ്രൈമറി ടൈപ്പ് ഓഫ് ഫയൽ ഇൻ പവർ പോയിന്റ്. പവർ പോയിന്റിലെ പ്രൈമറി ടൈപ്പ് ഓഫ് ഫയൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രസൻറ്റേഷൻ ആണ്. എക്സ്റ്റൻഷൻ ഓഫ് MS PowerPoint 2007 ഫയൽസ് ഈസ്. MS PowerPoint 2007 ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, .pptx ആണ്. ഡാഷ് ആർ ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് എ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ്റെ ഇൻഡിവിജ്വൽ പാർട്സിനെ പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ലൈഡ്സ് ആണ്. ഡാഷ് ഈസ് ദ സ്പെസിഫിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് ഓൺ എ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ ടെക്സ്റ്റിൻ്റെയും ഇമേജസിൻ്റെയും സ്പെസിഫിക് അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലേഔട്ട്സ് ആണ്. അതായത് ഈ ആ ഒരു സ്ലൈഡിൽ ടെക്സ്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഒരു സ്പെസിഫിക് അറേഞ്ച്മെൻറ്റിനെയാണ് ലേഔട്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ബോക്സ് വിത്ത് ഡോട്ടഡ് ഓർ ഹാച്ച് മാർക്ക്ഡ് ഔട്ട്ലൈൻസ് ദാറ്റ് അപ്പിയർ വെൻ വി ക്രിയേറ്റ് എ ന്യൂ സ്ലൈഡ്. അതായത് ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബോക്സ്, അതായത് ഡോട്ട് മാർക്ക്ഡ് ആയിട്ടുള്ളൊരു ബോക്സ് അല്ലെങ്കിൽ ഔട്ട്ലൈൻസ് മാത്രമുള്ളൊരു ബോക്സ് അപ്പിയർ ചെയ്യും. അത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലേസ് ഹോൾഡർ ആണ്. പ്ലേസ് ഹോൾഡർ എന്ന് പറയുമ്പോൾ അതിൽ ടെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, ഫീച്ചറാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ടു ആഡ് എ ന്യൂ സ്ലൈഡ്, ക്ലിക്ക് ന്യൂ സ്ലൈഡ് ഇൻ ദ സ്ലൈഡ്സ് ഗ്രൂപ്പ് ഓൺ ദ. അതായത് ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ന്യൂ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് ഏത് ടാബിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹോം ടാബിലാണ്. ഹോം ടാബിൽ നമുക്ക് പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഇൻസേർട്ട് ടാബിൽ പോകേണ്ട ആവശ്യമില്ല, ഹോം ടാബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടു സെലക്ട് ദ സ്ലൈഡ് ലേഔട്ട്, സെലക്ട് ലേഔട്ട് ബട്ടൺ അണ്ടർ. ലേഔട്ട് ബട്ടൺ ഏത് ടാബിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹോം ടാബിലാണ്. ഹോം ടാബിലാണ്. ഓക്കെ. ടു ആഡ് സ്പെസിഫിക് തീം ഓൺ ദ സ്ലൈഡ്, ക്ലിക്ക്. അതായത് നമുക്ക് ആ സ്ലൈഡിൽ സ്പെസിഫിക് തീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഏത് ടാബാണ് സെലക്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസൈൻ ടാബാണ്. ഡിസൈൻ ടാബ്. ടു ആഡ് ടെക്സ്റ്റ്, ക്ലിക്ക് ടെക്സ്റ്റ് ബോക്സ് ഫ്രം ദ ടെക്സ്റ്റ് ഗ്രൂപ്പ് ഓൺ ദ. അതായത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ഏത് ടാബിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻസേർട്ട് ടാബിലാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോക്സ് വരുന്നത്. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ടു ഗിവ് മൂവ്മെൻറ്റ്സ് ടു സ്ലൈഡ്സ് ഓർ ഒബ്ജക്ട്സ്. ആ ഒരു സ്ലൈഡിലെ സ്ലൈഡ്സിനും ഒബ്ജക്ട്സിനും മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് ഏത് ടാബാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആനിമേഷൻ ടാബാണ്. വിച്ച് ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി ആഡഡ് ടു എ പവർ പോയിന്റ് ഷോ. ഒരു പവർ പോയിന്റ് ഷോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. .jpg, .giv, .wav ഇതൊക്കെ നമുക്ക് ഈ ഫയൽ ഫോർമാറ്റ്സിലുള്ള ഫയൽസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ എഫക്ട്സ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ ആർ കോൾഡ്. അതായത് സ്ലൈഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എഫക്ട്സിനെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രാൻസിഷൻസ് ആണ്. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് വെൻ യു പ്രസ് ആൻഡ് ഹോൾഡ് ലെഫ്റ്റ് മൗസ് കീ ആൻഡ് മൂവ് ദ മൗസ് അറൗണ്ട് ദ സ്ലൈഡ്. അതായത് നമ്മൾ ആ ഒരു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് മൗസിന് ആ ഒരു സ്ലൈഡിൻ്റെ അറൗണ്ട് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നതിന് എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഡ്രാഗിങ് ആണ്. ഡ്രാഗിങ്. The maximum number of columns included in PowerPoint is.
പവർ പോയിന്റിൽ നമുക്ക് മാക്സിമം എത്ര കോളംസ് ഇൻക്ലൂഡ് ചെയ്യാം? ആൻസർ ഓപ്ഷൻ ബി ആണ് 16. ദ ക്യാരക്ടർ സ്പേസിംഗ് അവൈലബിൾ ഇൻ പവർ പോയിന്റ്. പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാരക്ടർ സ്പേസിംഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോവ്. നോർമൽ, എക്സ്പാൻഡഡ്, കണ്ടൻസ്ഡ്. The option helps to position size formatting of slides to their default settings is called. The option helps to position size formatting of the slides to their default setting is called. Answer option B ആണ് reset ആണ്. Reset. Types of shapes available in PowerPoint are. PowerPointൽ അവൈലബിൾ ആയിട്ടുള്ള ഷേപ്സ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോവ്. ഫ്ലോ ചാർട്ട്സ് ആൻഡ് കോളൗട്ട്സ്, ലൈൻസ് ആൻഡ് റെക്റ്റാങ്കിൾ, ഇക്വേഷൻ ആൻഡ് ആക്ഷൻ ബട്ടൺസ്. ഇതൊക്കെ ഈ ഷേപ്സ് ഒക്കെ നമുക്ക് പവർ പോയിന്റിൽ അവൈലബിൾ ആണ്. മെത്തേഡ് ഓഫ് മൂവിങ് ഐറ്റം ഓൺ എ സ്ലൈഡ് ഈസ് കോൾഡ്. അതായത് ഒരു സ്ലൈഡിലെ ഒരു ഐറ്റം മൂവ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ബി ആണ് മോഷൻ പാത്ത് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഇൻ ഓർഡർ ടു സീ ഓൾ സ്ലൈഡ്സ് ഓൺ വൺ സ്ക്രീൻ യൂസ്. അതായത് നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വ്യൂ ആണ് നമ്മൾ ആ ഒരു സ്ലൈഡിലെ അല്ലെങ്കിൽ ആ പവർ പോയിന്റിലെ എല്ലാ സ്ലൈഡിനെയും ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് വ്യൂ സ്ലൈഡ് സോർട്ടർ ആണ്. സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് വരുന്നത്. വെൻ യൂസിങ് പവർ പോയിന്റ് ടു പ്ലേ എ പവർ പോയിന്റ് ഷോ ഫോർ പ്രിവ്യൂയിങ് ദ ഷോ സെലക്ട്. അതായത് നമുക്ക് ആ ഒരു പവർ പോയിന്റ് ഷോ കാണാൻ വേണ്ടിയിട്ട്, പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വ്യൂ സ്ലൈഡ് ഷോ ആണ്. വാട്ട് ആർ ലൈൻസ്, കർവ്, ഫ്രീ ഫോം ആൻഡ് സ്ക്രിബിൾ? ഈ ലൈൻസ്, കർവ്, ഫ്രീ ഫോം, സ്ക്രിബിൾ ഇതൊക്കെ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ടൈപ്സ് ഓഫ് കസ്റ്റം മോഷൻ പാത്സ്. കസ്റ്റം മോഷൻ പാത്സിൻ്റെ ടൈപ്സ് ആണ് ലൈൻസ്, കർവ്, ഫ്രീ ഫോം, സ്ക്രിബിൾ എന്നിവയൊക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അഡ്വാൻസ് ദ സ്ലൈഡ് ഇൻ എ സ്ലൈഡ് ഷോ? അതായത് താഴെ പറയുന്ന ഏത് കീ പ്രസ് ചെയ്താലാണ് സ്ലൈഡ് ഷോ വ്യൂ അഡ്വാൻസ് ചെയ്യാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ് എസ്കേപ്പ് കീ ആണ്. എസ്കേപ്പ് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷോയിൽ നിന്നും എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എസ്കേപ്പ് കീ ഉപയോഗിക്കുന്നത്. ടു ആഡ് എ ഹെഡർ ഓർ ഫൂട്ടർ ടു യുവർ ഹാൻഡ് ഔട്ട് യു ക്യാൻ യൂസ്. അത് നമുക്ക് ആ ഒരു ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ ഹാൻഡ് ഔട്ടിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് ദ ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൈപാസസ് പ്രിന്റ് ഡയലോഗ് ബോക്സ് വെൻ പ്രിന്റിംഗ് ഇൻഡിവിജ്വൽ സ്ലൈഡ്സ് ഓർ ആൻ എൻറ്റയർ പ്രസൻറ്റേഷൻ? Which of the following bypasses the print dialog box when printing individual slides or an entire presentation? Answer option B ആണ് print button ആണ്. Print button. Presentation designs regulate the formatting and layout for the slide and are commonly called. അതായത് നമുക്ക് ആ ഒരു പ്രസൻറ്റേഷൻ ഡിസൈൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഔട്ട്, അത് ആ സ്ലൈഡിൻ്റെ ലേഔട്ട്, ഫോർമാറ്റിംഗ് ഇതൊക്കെ വരുന്നതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ബി ആണ് ടെംപ്ലേറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് എ പ്രിൻറ്റഡ് കോപ്പി ഓഫ് യുവർ പ്രസൻറ്റേഷൻ? അതായത് നമ്മൾ ആ പ്രസൻറ്റേഷൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഓഡിയൻസ് ഹാൻഡ് ഔട്ട് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസൻറ്റേഷൻ എലമെൻറ്റ്സ് ക്യാൻ യു മോഡിഫൈ യൂസിങ് ദ സ്ലൈഡ് മാസ്റ്റർ? അതായത് താഴെ തന്നിരിക്കുന്ന ഏത് പ്രസൻറ്റേഷൻ എലമെൻ്റ് ആണ് നമുക്ക് ഈ സ്ലൈഡ് മാസ്റ്റർ ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. സ്ലൈഡ് ട്രാൻസിഷൻ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂസ് ഈസ് ദ ബെസ്റ്റ് വ്യൂ ടു യൂസ് വെൻ സെറ്റിംഗ് ട്രാൻസിഷൻ എഫക്ട്സ് ഫോർ ഓൾ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ? അതായത് നമുക്ക് ആ ഒരു പ്രസൻറ്റേഷനിലെ എല്ലാ സ്ലൈഡ്സിൻ്റെയും ട്രാൻസിഷൻ എഫക്ട്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബെസ്റ്റ് വ്യൂ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. വിച്ച് ഓപ്ഷൻ ക്യാൻ ബി യൂസ് ടു സെറ്റ് കസ്റ്റം ടൈമിങ്സ് ഫോർ സ്ലൈഡ്സ് ഇൻ പ്രസൻറ്റേഷൻ? അത് കസ്റ്റം ടൈമിങ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് റിഹേഴ്സൽ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ യു യൂസ് ടു ആഡ് ടൈംസ് ടു ദ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ? ഒരു പ്രസൻറ്റേഷനിൽ ആ സ്ലൈഡ്സിന് ടൈം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് റിഹേഴ്സ് ടൈമിംഗ് ബട്ടൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഫോർ സ്ലൈഡ്സ് ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിലെ ഡിഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഏതാണ്
സ്ലൈഡ്സിൻ്റെ. ആൻസർ ഓപ്ഷൻ സി ആണ്, ലാൻഡ്സ്കേപ്പ് ആണ്, ലാൻഡ്സ്കേപ്പ്. ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ദ എൻട്രി എഫക്റ്റ് ആഡ്സ് വൺ സ്ലൈഡ് റീപ്ലേസസ് അനദർ ഇൻ എ ഷോ ഈസ് കോൾഡ്. അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ എൻട്രി എഫക്റ്റ്, ഒരു സ്ലൈഡ് റീപ്ലേസ് ചെയ്ത് മറ്റൊന്ന് വരുന്ന ആ ഒരു ഇതിനെ, ആ ഷോയിനെ, ആ ഇതിനെ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ലൈഡ് ട്രാൻസിഷൻ. ഹൗ ക്യാൻ യു ക്രിയേറ്റ് എ യൂണിഫോം അപ്പിയറൻസ് ബൈ ആഡിങ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ടു ഓൾ സ്ലൈഡ്സ്? അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്ലൈഡ്സിനെയും യൂണിഫോം അപ്പിയറൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എഡിറ്റ് ദ സ്ലൈഡ് മാസ്റ്റർ. സ്ലൈഡ് മാസ്റ്റർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. വിച്ച് ടൈപ്പ് ഓഫ് ഫയൽസ് കനോട്ട് ബി നാവിഗേറ്റഡ് യൂസിങ് ക്ലിപ്പാർട്ട് ബ്രൗസർ? ക്ലിപ്പാർട്ട് ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതാണ്, ഏത് ഫയൽസാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, MP3. MP3 എന്ന് പറയുന്നത് സൗണ്ട് ഫയലാണ്. സൗണ്ട് ഫയൽ നമുക്ക് ക്ലിപ്പാർട്ട് ബ്രൗസർ വഴി നാവിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആനിമേഷൻസ് വാട്ട് ഈസ് ട്രിഗർ? അതായത് ആനിമേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻ ഐറ്റം ഓൺ ദ സ്ലൈഡ് ദാറ്റ് പെർഫോംസ് ആൻ ആക്ഷൻ വെൻ ക്ലിക്ഡ്. അതായത് ഒരു സ്ലൈഡിലെ ഐറ്റമാണ്, ആ ഐറ്റത്തിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ പെർഫോം ചെയ്യും, അതിനാണ് ട്രിഗർ എന്ന് പറയുന്നത്. ടു സെലക്ട് വൺ ഹൈപ്പർ ലിങ്ക് ആഫ്റ്റർ അനദർ ഡ്യൂറിങ് എ സ്ലൈഡ് പ്രസൻറ്റേഷൻ വാട്ട് ഡു യു പ്രസ്? അതായത് സ്ലൈഡ് പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഒരു ഹൈപ്പർ ലിങ്ക് കഴിഞ്ഞ ശേഷം മറ്റൊന്ന് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടാബ് ആണ്. വിച്ച് types of fonts are best suitable for files and headlines? ഹെഡ്ലൈൻസിനും ഫയൽസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഫോൺസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സാൻസ് സെറിഫ് ഫോൺസ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഫോൺസ് ആർ ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഹെഡ്ലൈൻസ്? അതായത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ്, ഹെഡ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോൺസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സെറിഫ് ഫോൺസ് ആണ്. വിച്ച് പവർ പോയിന്റ് വ്യൂ വർക്ക്സ് ബെസ്റ്റ് ഫോർ ആഡിങ് സ്ലൈഡ് ട്രാൻസിഷൻ? ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. അത് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ലൈഡ് സോർട്ടർ വ്യൂ. ദ പവർ പോയിന്റ് വ്യൂ ദാറ്റ് ഡിസ്പ്ലേസ് ഓൺലി ടെക്സ്റ്റ്, ടൈറ്റിൽസ് ആൻഡ് ബുള്ളറ്റ്സ് ഈസ്? അതായത് താഴെ തന്നിരിക്കുന്ന ഏത് വ്യൂവിലാണ്, പവർ പോയിന്റ് വ്യൂവിലാണ് നമുക്ക് ടെക്സ്റ്റും ടൈറ്റിൽസും ബുള്ളറ്റ്സും മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഔട്ട്ലൈൻ വ്യൂ ആണ്. ദ വ്യൂ ദാറ്റ് ഡിസ്പ്ലേസ് ദ സ്ലൈഡ്സ് ഓൺ എ പ്രസൻറ്റേഷൻ ആസ് മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്ലൈഡ് ഈസ് കോൾഡ്? അതായത് ആ ഒരു ഏത് വ്യൂ ആണ് സ്ലൈഡ്സിന് ഒരു മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ സ്ലൈഡ്സിനും ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ലൈഡ് സോർട്ടർ വ്യൂ. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു വ്യൂ ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് എഡിറ്റിങ്ങിന്, ട്രാൻസിഷൻ കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് allow you to select more than one slide in a presentation? ഒന്നിൽ കൂടുതൽ പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, Ctrl+ click each slide. Which command brings you to the first slide in your presentation? ഫസ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഏത് ബട്ടണാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി, Ctrl+ home ആണ്. Which of the following provides a means of printing out feature notes with a miniature slide on a printed page? Which of the following provides a means of printing out feature notes with a miniature slide on a printed page? ആൻസർ ഓപ്ഷൻ സി ആണ്, നോട്ട്സ് പേജ് ആണ്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് ആ ഫീച്ചർ നോട്ട്സ് കൂടി പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് ആ സ്ലൈഡിൻ്റെ മിനിയേച്ചറായിട്ട് പ്രിൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് പേജ് ആണ്. ഒബ്ജക്റ്റ് ഓൺ ദ സ്ലൈഡ് ദാറ്റ് ഹോൾഡ് ദ ടെക്സ്റ്റ് ആർ കോൾഡ്. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ആ സ്ലൈഡിൽ ഒബ്ജക്റ്റ്, അതായത് ടെക്സ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലേസ് ഹോൾഡർ ആണ്. Want your logo in the same position on every slide, automatically insert it on the. അതായത് നമുക്ക് ആ ഒരു ലോഗോ സെയിം പൊസിഷനിൽ എല്ലാ സ്ലൈഡിലും ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻസേർട്ട് ആവണം. അത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ലൈഡ് മാസ്റ്ററിലാണ് ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾ എനേബിൾസ് യു ടു ആഡ് ടെക്സ്റ്റ് ടു എ സ്ലൈഡ് വിതൗട്ട് യൂസിങ് സ്റ്റാൻഡേർഡ് പ്ലേസ് ഹോൾഡേഴ്സ്? അതായത് സ്റ്റാൻഡേർഡ് പ്ലേസ് ഹോൾഡേഴ്സ് ഉപയോഗിക്കാതെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ, ടെക്സ്റ്റ് ടൂൾ ബോക്സ് ആണ്.
വാട്ട് ഈസ് ഡിഫൈൻഡ് ബൈ ഹാൻഡ് ഔട്ട് മാസ്റ്റർ? ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലേഔട്ട് ഓഫ് ഓഡിയൻസ് ഹാൻഡ് ഔട്ട് നോട്ട്സ് ആണ്. Which of the following should be used when you want to add a slide to an existing presentation? അതായത് എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷനിലേക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് ആണ്. ദ സ്ലൈഡ് ദാറ്റ് ഈസ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ ടോപ്പിക് ആൻഡ് സെറ്റ് ദ ടോൺ ഫോർ ദ പ്രസൻറ്റേഷൻ. അതായത് നമ്മൾ ആ ഒരു പ്രസൻറ്റേഷനിൽ ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ആ പ്രസൻറ്റേഷൻ്റെ ടോൺ സെറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഏത് സ്ലൈഡാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടൈറ്റിൽ സ്ലൈഡ്. ഇൻ MS PowerPoint ദ പേജ് സെറ്റപ്പ് ബട്ടൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ. അതായത് MS PowerPointലെ പേജ് സെറ്റപ്പ് ബട്ടൺ ഏത് ടാബിലാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഡിസൈൻ ടാബ് ആണ്. ഇൻ മൈക്രോസോഫ്റ്റ് PowerPoint Ctrl+M ദ ഷോർട്ട് കട്ട് കീ ഫോർ. അതായത് Ctrl+M എന്നുള്ള ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ന്യൂ സ്ലൈഡ് ആണ്. ഇൻ മൈക്രോസോഫ്റ്റ് PowerPoint 2 kinds of sound effects that can be added to the presentation are. അതായത് മൈക്രോസോഫ്റ്റ് PowerPointൽ 2 kinds of സൗണ്ട് എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് അത്? ആൻസർ ഓപ്ഷൻ സി ആണ്, .wav ആൻഡ് .mid. ഫോർമാറ്റ് പെയിൻറ്റർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ ഒബ്ജക്റ്റ് ഓർ പീസ് ഓഫ് ടെക്സ്റ്റ് ദാറ്റ് ക്യാൻ അപ്ലൈ എൽസ്വെയർ. അതായത് നമുക്ക് ഒരു സ്ലൈഡിലെ ഫോർമാറ്റിംഗ് കോപ്പി ചെയ്തിട്ട് മറ്റൊരു സ്ലൈഡിൽ അല്ലെങ്കിൽ മറ്റൊരു ടെക്സ്റ്റിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 55 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറും അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.